എല്ലാവർക്കും ഇരിക്കാം. ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന ഒരു വാക്യം നാം ഇന്ന് പാഠമായി വായിച്ച വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 7-8 വാക്യങ്ങൾ. അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ഏകമായി തീരും. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ആരാധനയിലൂടെ ദൈവത്തെ മഹത്വീകരിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ വിനയപ്പെടുവാൻ, വചനം മനസ്സിലാക്കി ജീവിതം ക്രമീകരിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണം. തിരുസന്നിധിയിലായിരിക്കുന്ന പ്രിയ ജനത്തോടും വചനം സംസാരിക്കുന്ന അടിയനോടും സംസാരിക്കുന്ന ഈ വചനത്തോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ വ്യാപരിച്ച് 30, 60, 100 മേലെ ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവം അവിടുത്തെ സഹായിക്കും. അവിടുത്തെ കൃപ കൂടെ ഇരിക്കട്ടെ. പരിശുദ്ധാത്മാവിനാൽ നയിച്ചാൽ യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ ആരാധനയിൽ പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരാധനകളിലൂടെ ദൈവത്തെ മഹത്വീകരിപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് നൽകുന്ന വിലയേറിയ അവസരങ്ങൾ ദൈവഭയത്തോടും പ്രാർത്ഥനയോടും കൂടെ നാം ദൈവത്തെ ആരാധിച്ച് നമ്മുടെ കടമകളും ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കപ്പെടുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന ചിന്താവിഷയം വിവാഹത്തെ മാനിക്കുക എന്നുള്ളതാണ്. കുടുംബ ജീവിതങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇനി കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരും വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടതായ ഒരു ദൈവ വചന ചിന്തയിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. ഇത് ആധുനിക കാലഘട്ടം കുടുംബജീവിതം പലവിധമായിരിക്കുന്ന പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും പരിഷ്കാരങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ വിശ്വസ്തതയോടും പരിപാവനമായ സ്നേഹത്തോടും കൂടെ നിലനിർത്തുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, വിവാഹത്തെ മാനിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ പ്രാധാന്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ദൈവത്തിന്റെ പരിപാവനമായ പദ്ധതിയിൽ ഉരുത്തിരിഞ്ഞതായ ഒന്നാണ് ഈ കുടുംബം എന്ന് പറയുന്നത്. ഒരു പുരുഷൻ അത് ഭർത്താവും ഒരു സ്ത്രീ ഭാര്യയുമായി ദൈവം സ്ഥാപിച്ച ആജീവനാന്ത ബന്ധമാണ് ക്രിസ്തീയ കുടുംബ ജീവിതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വിവാഹത്തെയും അതിലൂടെ സംജാതമാകുന്ന കുടുംബ ജീവിതത്തെയും കുറിച്ച് വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. നാം മനസ്സിലാക്കേണ്ടത് കുടുംബ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം പ്രാർത്ഥനയോടും ഗൗരവത്തോടും കൂടെ നാം മനസ്സിലാക്കേണ്ടതായ ഒരു ജീവിത യാഥാർത്ഥ്യമാണെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. കത്തോലിക്ക ഓർത്തഡോക്സ് സഭകളെ സംബന്ധിച്ചിടത്തോളം അവർ വിവാഹത്തെ ഒരു കൂദാശയായിട്ടാണ് മനസ്സിലാക്കുന്നതും അംഗീകരിക്കുന്നതും. അത്രത്തോളം പവിത്രമായ ഒരു അനുഭവമാണ് വിവാഹം എന്ന അവസ്ഥയിലൂടെ പ്രവേശിക്കുന്നതായ കുടുംബ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ സഭയുടെ വിശ്വാസം അനുസരിച്ച് വിവാഹം ദൈവത്താൽ സ്ഥാപിതവും
അതിവിശുദ്ധവും പരിപാവനവുമാകുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ആജീവനാന്തമായ ഒരു വിശുദ്ധ ബന്ധമാണ് വിവാഹം അഥവാ കുടുംബ ജീവിതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ വിവാഹ ബന്ധത്തിൽ ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും തമ്മിൽ കൂട്ടിച്ചേർത്ത് ഒരു കുടുംബമായി തീർക്കുന്നത് അത് ദൈവിക പദ്ധതിയാണ്, ദൈവമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, ദൈവത്തിന്റെ കരമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത് ഏതൊരു കാരണവും കൂടി ഈ കുടുംബ ജീവിതം വേർതിരിക്കുവാൻ പാടുള്ളതല്ല എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്നും ഏകനായിരുന്ന ആദാമിന് കൂട്ടായി ആദാമിന്റെ വാരിയലിൽ നിന്നും ദൈവം ഒരു സ്ത്രീ രൂപം സൃഷ്ടിച്ച് അതിൽ ദൈവത്തിന്റെ ജീവശ്വാസം കൂടി അതിനെ ജീവനുള്ള ദേവിയാക്കി തീർക്കുകയാണ്. ഇത് ആദാമിന്റെ ജീവിതത്തിൽ വളരെ അർത്ഥവും പൊരുളും നൽകുന്ന ഒരു കൂട്ടായ്മയുടെ ആരംഭം നമുക്കവിടെ കണ്ടെത്തുവാനായിട്ട് കഴിയും. എന്നാൽ പ്രിയമുള്ളവരെ, ആദാം എന്ന പദത്തിന്റെ അർത്ഥം മനുഷ്യൻ അഥവാ മാനവജാതി എന്നുള്ളതാണ്. അപ്പോൾ ആദാം എന്ന് പറയുന്നതായ പദം മനുഷ്യൻ അഥവാ മാനവജാതി എന്ന് പറയുമ്പോൾ ഹവ്വ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ജീവിതം എന്നുള്ളതാണ്. അപ്പോൾ മാനവ ജനതയ്ക്ക് അഥവാ ആദാമിന് ഒരു ജീവിതം നൽകുവാനാണ് ദൈവം ഇവിടെ സ്ത്രീയെ സൃഷ്ടിച്ചത് എന്ന് വേദപുസ്തകം നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അപ്പോൾ പുരുഷൻ അഥവാ ആദാം ആവശ്യപ്പെട്ടിട്ടല്ല ദൈവം ഒരു സ്ത്രീയെ ഇവിടെ മെനയുന്നത്. കുറച്ചുകൂടെ വിശാലമായി പറഞ്ഞാൽ മനുഷ്യന്റെ ആഗ്രഹത്തിനനുസരിച്ചല്ല ദൈവം കുടുംബം എന്ന ദൈവിക പദ്ധതിയെ ആവിഷ്കരിച്ചത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കാണുകയും അതിന്റെ ഭാഗമായിട്ട് മനുഷ്യന്റെ ഏകാന്തത അകറ്റുവാൻ മനുഷ്യന് സഹിത്വം നൽകുവാനാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിക്കുകയും അങ്ങനെ വിവാഹം എന്ന അവസ്ഥയിലൂടെ ഒരു കുടുംബ ജീവിതം ദൈവം മനുഷ്യന് ദാനമായി നൽകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും ദൈവം ഇണയെ നൽകിയപ്പോൾ മനുഷ്യന് മാത്രമാണ് ദൈവം തുണയെ നൽകിയത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, തുണ എന്ന് പറയുമ്പോൾ ഒരു ജീവിത പങ്കാളിയുടെ അനുഭവത്തിലേക്കാണ് അത് പ്രവേശിക്കുന്നത്. ഇപ്പോൾ മനുഷ്യന്റെ ആയുഷ്കാല സാഹിത്യത്തിനും കൂട്ടായ്മയ്ക്കും വേണ്ടി ദൈവം ജീവിത പങ്കാളിയെ നൽകി. അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏകാന്തത അകറ്റുവാൻ കുടുംബം എന്ന ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവത്തിലേക്ക് ദൈവം മനുഷ്യനെ പ്രവേശിപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കൂടുമ്പോൾ ഇമ്പമുള്ള സ്ഥാപനമാണ് കുടുംബം. അത് മനുഷ്യന്റെ ഏകാന്തതയിൽ നിന്നും കൂട്ടായ്മയുടെ ശീതളഛായയിലേക്കുള്ള പ്രവേശനമാണ് കുടുംബ ജീവിതത്തിലൂടെ മനുഷ്യന് കൈവരുന്നത് എന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു കുടുംബ ജീവിതം നയിക്കുവാൻ നമുക്ക് ഇന്ന് കഴിയുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നാം എല്ലാവരും കുടുംബ ജീവിതങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു കുടുംബ ജീവിതം നയിക്കുവാനായിട്ട് നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ ചിന്ത, വിവാഹം ദൈവത്തോടൊപ്പമുള്ള ഒരു ആജീവനാന്ത ബന്ധമാണ് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നാം എല്ലാവരും മനസ്സിലാക്കുക, കുടുംബ ജീവിതം ദൈവത്തോടൊപ്പമുള്ള ഒരു ആജീവനാന്ത ബന്ധമാണ്. ഉൽപ്പത്തി പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് അത് എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ദൈവവും മനുഷ്യനും ഏദെൻ തോട്ടത്തിൽ ഒരുമിച്ച് നടക്കുന്നതായിട്ട് പരസ്പരം സംസാരിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് ദൈവവും മനുഷ്യനുമായുള്ള ഒരു ആജീവനാന്ത ബന്ധമാണ് കുടുംബ ജീവിതം എന്ന് പറയുന്നത്. ഇപ്പോൾ കുടുംബത്തിന്റെ നാഥനും കുടുംബത്തിന്റെ സൃഷ്ടാവുമായ ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മുടെ കുടുംബ ജീവിതങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ മാത്രമേ
ദൈവം ആഗ്രഹിച്ച വിധത്തിൽ നമ്മുടെ കുടുംബ ജീവിതങ്ങൾ മാനിക്കപ്പെടുകയുള്ളൂ എന്നുള്ള കാര്യം നാം എല്ലാവരും ഓർത്തിരിക്കണം. ക്രിസ്തീയ വിവാഹ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്നത് ഒരു പട്ടക്കാരനോ ഒരു മേൽപ്പട്ടക്കാരനോ ആയിരിക്കാം. എങ്കിൽ വിവാഹ ശുശ്രൂഷയിലൂടെ ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും തമ്മിൽ യോജിപ്പിക്കുന്നത് അത് മാനുഷിക പദ്ധതികളല്ല, ദൈവിക പദ്ധതിയാണ്. ദൈവമാണ് അതിന്റെ സ്ഥാപകൻ എന്ന് നാം എപ്പോഴും അടിവരയിട്ട് ഓർക്കേണ്ടതായിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. അവിടെ ആദാമിന്റെ പ്രസ്താവം വളരെ ശ്രദ്ധേയമാണ്. ഇവൾ ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. അതേ പ്രിയമുള്ളവരെ, ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ ഇന്ന് അത്യന്താപേക്ഷിതമായിരിക്കുകയാണ്. നാം ഓരോരുത്തരും നമ്മുടെ ജീവിത പങ്കാളിയെ കുറിച്ച് മനസ്സിലാക്കേണ്ടതായ ഒരു യാഥാർത്ഥ്യം, ഇത് എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും. ഈ ഒരു തിരിച്ചറിവിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുമ്പോഴാണ് അവന്റെ കുടുംബ ജീവിതം പരിപാവനവും ശ്രേഷ്ഠവുമായ ഒരു ജീവിത അനുഭവമായി മാറ്റപ്പെടുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ മനുഷ്യന്റെ കുടുംബ ജീവിതത്തിന്റെ നിത്യ സന്ദർശകനാണ് ദൈവം എന്ന് പറയുന്നത്. ദൈവവും മനുഷ്യനുമായുള്ള ഒരു ബന്ധം നിലനിൽക്കുമ്പോഴാണ് മനുഷ്യന്റെ കുടുംബ ജീവിതം വളരെ സന്തോഷകരമായ ഒരു അനുഭവമായി മാറ്റപ്പെടുന്നത്. ഇപ്പൊ കുടുംബത്തിന്റെ സ്ഥാപകനായ ദൈവവുമായി നമ്മുടെ കുടുംബ ജീവിതങ്ങൾ എപ്രകാരം ഇന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രിയമുള്ളവരെ, നാം വളരെയധികം ചിന്തിക്കേണ്ടതായ ഒരു ഭാഗമാണ്. ഈ കുടുംബ ജീവിതം മനുഷ്യ സൃഷ്ടിയല്ല, ദൈവ സൃഷ്ടിയാണ്. അത് മനുഷ്യന്റെ ഏകാന്തത അകറ്റുവാനുള്ള ദൈവിക പദ്ധതിയാണ്. അപ്പോൾ ദൈവവുമായുള്ളതായ ഒരു ബന്ധമാണ് കുടുംബ ജീവിതത്തെ പരിശുദ്ധവും പരിപാവനവുമായ ഒരു അനുഭവത്തിലേക്കും സ്വന്തം ജീവിത പങ്കാളി എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും എന്ന തിരിച്ചറിവിലേക്ക് നയിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവ് ഇന്ന് പല കുടുംബങ്ങളിലും നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കൈമോശം വന്നിരിക്കുന്നു. അതുകൊണ്ട് പരസ്പരം കുറ്റപ്പെടുത്തുവാനും പഴിചാരുവാനും എനിക്ക് തക്കതായ തുണയല്ല എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന നിരാശയുടെ അനുഭവങ്ങളുമാണ് ഇന്ന് പലപ്പോഴും പല കുടുംബ ജീവിതങ്ങളിലും നമുക്ക് കേൾക്കുവാനും കാണുവാനും കഴിയുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് ഒരു ആജീവനാന്ത ബന്ധമാണ്. ഈ ആജീവനാന്ത ബന്ധം സ്ത്രീ പുരുഷനും ഉൾപ്പെട്ടത് മാത്രമല്ല, കുടുംബത്തിന്റെ സ്ഥാപകനായ ദൈവവും കൂടെ ആ കുടുംബ ബന്ധത്തിൽ ഒരു അംഗമായി തീരുമ്പോഴാണ് നമ്മുടെ കുടുംബ ജീവിതങ്ങൾ വളരെ അനുഗ്രഹീതവും അർത്ഥപൂർണമായ ഒരു അനുഭവമായി മാറ്റപ്പെടുന്നത്. ഇപ്പോൾ ദൈവത്തിന്റെ നിരന്തരമായ ഇടപെടലുകളാണ് നമ്മുടെ കുടുംബ ജീവിതത്തെ വിശുദ്ധവും പരിപാവനവും വിശ്വസ്തതയുമുള്ള ഒരു ഇടമായി രൂപാന്തരപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. കുടുംബ ബന്ധം അഥവാ വിവാഹ ജീവിതം പവിത്രവും പരിശുദ്ധവുമായ ഒരു ബന്ധമായി നിലനിൽക്കണമെങ്കിൽ കുടുംബത്തിന്റെ നാഥനായ ദൈവവുമായുള്ള ഈ ഒരു ബന്ധത്തിൽ നമ്മുടെ കുടുംബ ജീവിതങ്ങൾ നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ദിവസവും ദൈവവുമായുള്ളതായ ഒരു ബന്ധത്തിൽ നമ്മുടെ കുടുംബ ജീവിതങ്ങൾ നിലനിർത്തുവാനായിട്ട് നമുക്ക് കഴിയുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ കുടുംബ ജീവിതങ്ങൾ ഭദ്രമായിരിക്കും. നമ്മുടെ വിവാഹ ജീവിതത്തെ നമുക്ക് മാനിക്കുവാനായിട്ട് കഴിയും. അതിന് ദൈവത്തിന്റെ നിരന്തരമായ ഇടപെടലുകൾ ഈ നാളുകളിൽ ആവശ്യമായിരിക്കുന്നു. ഇപ്പോൾ ആജീവനാന്തമായ കുടുംബ ജീവിതങ്ങളൊക്കെ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ കൈമോശം വരുന്നതായ ജീവിത അനുഭവങ്ങളിലല്ലയോ എത്തി നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ കുടുംബ ജീവിതങ്ങൾ ആജീവനാന്തമായ ഒരു ബന്ധമായി ദൈവവുമായുള്ള ബന്ധത്തിൽ നിലനിർത്തുന്നതിൽ നാം എത്ര കണ്ട് ഇന്ന് വിജയിച്ചിരിക്കുന്നു എന്നുള്ളതായ ഒരു ചിന്ത നാം ഇന്ന് നമ്മുടെ കുടുംബ ജീവിതങ്ങളിലേക്ക് കൊണ്ടുവരുന്നുവെങ്കിൽ പലപ്പോഴും നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ കൈമോശം വന്നിരിക്കുന്ന ജീവിത മൂല്യങ്ങളെ തിരികെ കൊണ്ടുവരുവാനും കുടുംബ ജീവിതത്തിന്റെ പവിത്രത മനസ്സിലാക്കി അത് ദൈവവുമായുള്ള ബന്ധത്തിൽ നമുക്ക് നിലനിർത്തുവാനും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് പുതിയ കണക്കുകൾ അനുസരിച്ച് നാം നോക്കുമ്പോൾ
കേരളമാണ് ഇന്ത്യയിലെ വിവാഹമോചനത്തിന്റെ തലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. ക്രിസ്ത്യാനികളുടെ ഇടയിലും ഇത് വിവാഹ മോചനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം. എന്നാൽ മറ്റ് വിഭാഗങ്ങളിലെ അത് വിവാഹമോചന കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ക്രൈസ്തവരുടെ ഇടയിലുള്ള വിവാഹമോചനത്തിന്റെ എണ്ണം കുറവാണ് എന്ന് മനസ്സിലാക്കിയാലും, പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ ഇത് വിവാഹ മോചനങ്ങളും കുടുംബ ജീവിതത്തിന്റെ പവിത്രതകളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ ദൈവവുമായുള്ളതായ ഒരു നിരന്തരമായ ബന്ധമാണ് നമ്മുടെ കുടുംബ ജീവിതത്തെ പവിത്രവും വിശ്വസ്തതയുമുള്ള ഒരു വേദിയാക്കി മാറ്റപ്പെടുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. അതുകൊണ്ട് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. കുടുംബ ജീവിതങ്ങളിൽ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതല്ല. എല്ലാ കുടുംബ ജീവിതങ്ങളിലും ഒന്നിനു പുറമെ ഒന്നായി പലവിധമായിരിക്കുന്ന സങ്കീർണമായ പ്രശ്നങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ കുടുംബ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങളെ നാം പർവ്വതീകരിക്കാതെ അതിനെ ശാന്തമായ സമചിത്തതയോടുകൂടി നാം അതിന് പരിഹാരം കണ്ടെത്തി വിനയത്തിന്റെ ഭാവത്തിൽ വിട്ടുകൊടുക്കുവാനുള്ള മനസ്സോടുകൂടെ നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഇത് പലപ്പോഴും വിട്ടുവീഴ്ച മനോഭാവമില്ലാത്തതിന്റെ ഭാഗമായി ഞാനെന്ന ഭാവത്തോടുകൂടെ നമ്മുടെ കുടുംബ ജീവിതത്തെ നാം അഭിമുഖീകരിക്കുമ്പോഴാണ് പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് വിവാഹ ജീവിതത്തെ ശിഥിലമാക്കുന്ന ആധുനിക പ്രലോഭനങ്ങളും അത് പ്രവണതകളും അത് വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം. മദ്യപാനവും അവിഹിത ബന്ധങ്ങളും ഇന്നത്തെ കുടുംബ ജീവിതത്തെ അത് മലീമസമാക്കുന്നു എന്ന കാര്യം നാം സ്മരിച്ചു പോകരുത്. പ്രിയമുള്ളവരെ, മദ്യപാനം പല കുടുംബ ജീവിതങ്ങളെയും തകർച്ചയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്നു. അതുപോലെ തന്നെയാണ് അവിശുദ്ധ ബന്ധങ്ങളും പ്രലോഭനങ്ങളും കുടുംബ ജീവിതങ്ങളെ ശിഥിലമാക്കുന്ന അനുഭവങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ മനസ്സിനോട്, നമ്മുടെ മനസ്സാക്ഷിയോട് നമുക്ക് സംസാരിക്കുവാനായിട്ട് കഴിയണം. അവിശുദ്ധ ബന്ധങ്ങളിൽ വിട്ടുനിൽക്കുവാനുള്ള ഒരു പ്രവണത, അതുപോലെ തന്നെ മദ്യപാന സ്വഭാവങ്ങളിൽ നിന്നും സ്വന്തം ജീവിതത്തെ വിശുദ്ധീകരിക്കേണ്ടതായ ഒരു മനോഭാവം, ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ നാം കൊണ്ടുപോകുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹീതമായ കുടുംബ ജീവിതമായിരിക്കും. നമ്മുടെ കുടുംബ ജീവിതത്തെ നമുക്ക് മാനിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഇത് പലപ്പോഴും അവിശുദ്ധ ബന്ധങ്ങൾ പലവിധമായിരിക്കുന്ന പ്രലോഭനങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇവിടെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സുകളിൽ നാം ഒരു തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് അവിശുദ്ധ ബന്ധങ്ങളോട് നോ എന്ന് പറയുവാനും വിശുദ്ധ ബന്ധങ്ങളെ പരിപോഷിപ്പിക്കുവാനും നമ്മുടെ കുടുംബ ജീവിതത്തെ മാനിക്കുവാനുമുള്ളതായ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നാം ഇന്ന് പാഠമായി വായിച്ച മലാക്കി പ്രവചനം 2-ാം അധ്യായത്തിൽ അവിടെ മലാക്കി പ്രവാചകൻ വളരെ വ്യക്തമായി കുടുംബ ജീവിതത്തിലായിരിക്കുന്നവർക്ക് നൽകുന്നതായ ഒരു ഉപദേശമാണ് ജീവിത പങ്കാളിയോട് അവിശ്വസ്തത കാണിക്കരുത് എന്നുള്ളത്. നാം ഇന്ന് പാഠമായി വായിച്ച ആ പഴയ നിയമ വേദഭാഗത്തിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ജീവിത പങ്കാളിയോട് അത് സ്ത്രീയായാലും പുരുഷനായാലും അവിശ്വസ്തത കാണിക്കരുത് എന്ന് ദൈവത്തിന്റെ വചനം അടിവരയിട്ട് പഠിപ്പിക്കുകയാണ്. ഉൽപ്പത്തി 2:18 മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന ദൈവത്തിന്റെ പ്രസ്താവനയും എബ്രായർ 13:4 വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക എല്ലാവർക്കും നിർമ്മലവുമായിരിക്കട്ടെ എന്ന പൗലോസിന്റെ പ്രസ്താവനയും കുടുംബ ജീവിതത്തിന്റെ പവിത്രത വളരെ വ്യക്തമാക്കുന്ന അനുഭവങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതം എന്ന് പറയുന്നത് ദൈവവുമായുള്ളതായ ഒരു ആജീവനാന്ത ബന്ധമാണ് എന്ന കാര്യം നാം മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ സമാധാനവും സന്തോഷവും പരസ്പര സഹായവും ഇന്ന് അനിവാര്യമായിരിക്കുന്നു എന്നുള്ളതായ കാര്യം മറന്നു പോകരുത്. നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് അടിസ്ഥാനമായ 3 കാര്യങ്ങൾ ഒറ്റ വാക്കുകളിൽ പറയുവാനായിട്ട് ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കുടുംബ ജീവിതങ്ങൾ മാനിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ കുടുംബ ജീവിതങ്ങൾ ഭദ്രമായിരിക്കണമെങ്കിൽ, ഒന്നാമത് ദൈവവുമായുള്ള ബന്ധം നമ്മുടെ കുടുംബങ്ങളിൽ ശക്തമാകണം.
രണ്ടാമത് ജീവിത പങ്കാളിയുമായുള്ള ബന്ധം വളരെ ശക്തമാകേണ്ടതായിട്ടുണ്ട്. മൂന്നാമത് അവിശുദ്ധ ബന്ധങ്ങളോട് നോ പറയുവാനുള്ളതായ ഒരു മനോധൈര്യവും നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ ഭദ്രമായ ഒരു അനുഭവം നമുക്ക് കൈവരിക്കുവാനായിട്ട് കഴിയും. രണ്ടാമത് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് വിവാഹം ദൈവ സ്നേഹത്തിന്റെ ആഘോഷമാണ് എന്നുള്ളതാണ്. നാം ഇന്ന് പാഠമായി വായിച്ച ലേഖന ഭാഗത്തിൽ സ്നേഹത്തെ കുറിച്ചും അതിലൂടെ സംജാതമാകുന്ന ജീവിത അനുഭവങ്ങളെ കുറിച്ചും വളരെ വ്യക്തമായി നാം കേൾക്കുകയുണ്ടായി. എന്നാൽ പ്രിയമുള്ളവരെ, ഉൽപ്പത്തി 2:24 ദൈവം പറയുന്നത് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഇത് നാം പാഠമായി വായിച്ച സുവിശേഷ വേദഭാഗത്ത് നാം അത് തന്നെ കേൾക്കുകയുണ്ടായി. യേശുവും അതിനെ ഒന്നുകൂടെ അരക്കിട്ട് ഉറപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെ 3 കാര്യങ്ങൾ നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പറയുന്ന 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ ജീവിതങ്ങൾ ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിത അനുഭവങ്ങളായി തീരണമെങ്കിൽ ഒന്നാമത് നാം വിട്ടുപിരിയുക, രണ്ടാമത് നാം പറ്റിച്ചേരുക, മൂന്നാമത് ഒരു ദേഹമായി തീരുക. ഇന്ന് കുടുംബ ജീവിതങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഒട്ടനവധി ആധുനിക പ്രവണതകൾ നമ്മുടെ കുടുംബ ജീവിതത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള സ്വാധീനങ്ങൾ മുഖാന്തരം പല കുടുംബങ്ങളും ഇന്ന് നാശോന്മുഖമായ അനുഭവങ്ങളിൽ എത്തി നിൽക്കുന്നു. ആധുനിക മീഡിയകളുടെ അമിതമായ ഉപയോഗം, അതൊന്നും ഉപയോഗിക്കേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല, കുടുംബ ജീവിതത്തിന് നൽകേണ്ട പ്രാധാന്യം നൽകി അതിനെ നിയന്ത്രിതമായ അളവുകളിലൂടെ നമുക്കത് വിനിയോഗിക്കുവാനായിട്ട് കഴിയണം. അതുപോലെ തന്നെ വിട്ടുപിരിയേണ്ടതിനെ നാം വിട്ടുപിരിയുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബ ജീവിതത്തെ, വിവാഹ ജീവിതത്തെ നമുക്ക് മാനിക്കുവാനായിട്ട് കഴിയും. ഇത് പലപ്പോഴും വിട്ടുപിരിയേണ്ടതായ ചില ജീവിതത്തോട് നാം ചേർത്ത് നിർത്തുന്ന, വേണമെങ്കിൽ നാം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തുന്ന ചില പാപങ്ങളുണ്ട്. അവയെ വിട്ടുപിരിയുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബ ജീവിതങ്ങൾ ഭദ്രമായ അനുഭവങ്ങളായി തീരുകയുള്ളൂ. കുടുംബ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന എന്ത് കാര്യമായാലും അതിനെ നാം വിട്ടുപിരിയുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബ ജീവിതം അനുഗ്രഹീതമായ അനുഭവമായി തീരുകയുള്ളൂ. പ്രിയമുള്ളവരെ, രണ്ടാമത് പറയുന്നത് പറ്റിച്ചേരുക എന്നുള്ളതാണ്. അതായത് നാം വിട്ടുപിരിയേണ്ടതിനെ വിട്ടുപിരിയുകയും ജീവിത പങ്കാളിയോട് പറ്റിച്ചേരുന്നതായ ഒരു അനുഭവമാണ് കുടുംബ ജീവിതം. ഇത് പലപ്പോഴും വാക്കുകൾ കൊണ്ട് കുടുംബ ജീവിതത്തിൽ ജീവിത പങ്കാളിയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന അനുഭവങ്ങളാണ് പലരുടെയും ജീവിതത്തിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് അത് നീ വിട്ടുപിരിയേണ്ടതിനെ വിട്ടുപിരിയുകയും നിന്റെ ജീവിത പങ്കാളിയോട് പറ്റിച്ചേരുകയും ചെയ്യുന്ന ഒരു ജീവിത അനുഭവമാണ് കുടുംബ ജീവിതം. അപ്രകാരം കുടുംബ ജീവിതങ്ങൾ ക്രമീകരിക്കുന്നവർക്കാണ് കുടുംബ ജീവിതത്തെ മാനിക്കുവാനായിട്ട് കഴിയുന്നത് എന്നുള്ളതാണ്. ജീവിത പങ്കാളിയോട് പറ്റിച്ചേരുന്ന അനുഭവമാണ് കുടുംബ ജീവിതം എന്ന് പറയുന്നത്. അതിനെയാണ് ഇവിടെ മൂന്നാമത് പറയുന്നത്, ഒരു ദേഹമായി തീരുന്നതായ ഒരു അനുഭവം. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഒരു ശരീരവും ഒരു മനസ്സുമായി തീരുന്ന അനുഭവം. അങ്ങനെ ഒന്നായി തീരുമ്പോഴാണ് ഒരു കുടുംബ ജീവിതത്തിന്റെ പരിപാവനത നമുക്ക് മനസ്സിലാക്കുവാനും അതിന്റെ ആത്മീയ തലങ്ങളിലേക്കും ആ കൂട്ടായ്മയുടെ ശീതളഛായയിലേക്കും ആ സ്നേഹതുല്യമായ ജീവിത അനുഭവങ്ങളിലേക്കും നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ 2 വ്യക്തികൾ തമ്മിലുള്ള സമ്പൂർണമായ സമർപ്പണവും സമ്പൂർണമായ ഐക്യവും സംഭവിക്കുമ്പോഴാണ് ഒരു കുടുംബ ജീവിതം മാനിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, ഇതിന് ത്യാഗോജ്വലമായ ഒരു മനോഭാവം നമുക്ക് ആവശ്യമായിരിക്കുന്നു. പലപ്പോഴും ഇത് കുടുംബ ജീവിതങ്ങളിൽ ഞാനെന്ന ഭാവമാണ് അത് സ്ത്രീയുടെ ഭാഗത്തായാലും പുരുഷന്റെ ഭാഗത്തായാലും നിഴലിച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു അനുഭവം നാം മാറ്റിവെക്കുമ്പോഴാണ്, കുടുംബ ജീവിതത്തിന് വേണ്ടി നമ്മെ വിട്ടുകൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. കുടുംബം സ്വർഗതുല്യമായ അനുഭവമായി മാറുന്നത്, കൂടുമ്പോൾ ഇമ്പമുള്ള അനുഭവമായി കുടുംബ ജീവിതങ്ങൾ മാറ്റപ്പെടുന്നത്. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ മനസ്സുകളെ ഇന്ന് ഭരിക്കുന്ന ചില
ദൈവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ എത്ര പേരുടെ മനസ്സുകളിലുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബജീവിതമാണ് എനിക്ക് ദൈവം നൽകിയത് എന്നുള്ളതായ വിശ്വസ്തയോടെ നമുക്ക് പറയുവാനായിട്ട് കഴിയുമോ? ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം തക്കതായ തുണയെ ആണ് മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ദൈവം നൽകിയതിന് ഏതൊരു കുറവുമില്ല. ഓരോ പുരുഷനും ഓരോ സ്ത്രീക്കും യോജിച്ച വിധത്തിൽ തക്കതായ തുണയായി ദൈവം നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ ആരും വേർപിരിക്കരുത് എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും കുടുംബ ജീവിതങ്ങളിലായിരിക്കുന്ന ജീവിത പങ്കാളികളുടെ ഹൃദയത്തിൽ അത് ഉയർന്നു വരുന്ന ഒരു ചിന്ത, ഞാൻ ആഗ്രഹിച്ച വിധത്തിലുള്ള ഒരു കുടുംബ ജീവിതമല്ല എൻ്റെ ജീവിതം എന്നുള്ളതാണ്. ആ ഒരു ചിന്ത ഇന്ന് പല കുടുംബങ്ങളെയും നിരാശയുടെയും കണ്ണുനീരിന്റെയും അനുഭവങ്ങളിലേക്ക് നയിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവം നൽകിയത് തക്കതായ തുണയെന്ന് സർവശക്തനായ ദൈവം സാക്ഷ്യം പറഞ്ഞിരിക്കുന്നുവെങ്കിൽ നമുക്കതിനെ എങ്ങനെ അല്ല എന്ന് പറയുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവം നമുക്ക് തക്കതായ തുണയായി ഒരു കുടുംബ ജീവിതം നൽകിയിരിക്കുന്നുവെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ നാം നമ്മുടെ ജീവിത പങ്കാളിക്ക് തക്കതായ തുണയായി തീരുക എന്നുള്ളത് തന്നെയാണ്. നാം നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ പങ്കാളിക്ക് തക്കതായ തുണയായി തീരുമ്പോഴാണ് അത് ദൈവം ആഗ്രഹിച്ചതായ ആ തക്കതായ തുണയായി നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടുന്നത്. ആ ഒരു ജീവിതം നമ്മുടെ ജീവിതങ്ങളിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ ദൈവവുമായുള്ള നിരന്തരമായ ബന്ധം നമ്മുടെ കുടുംബ ജീവിതത്തിന് ആവശ്യമാണ്. ദൈവവുമായുള്ളതായ ആ നിരന്തരമായ ബന്ധത്തിലൂടെ മാത്രമേ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശക്തമാകുകയുള്ളൂ. ജീവിത പങ്കാളിയുമായുള്ളതായ ശക്തമായ ഒരു ബന്ധം നിലനിർത്തുമ്പോഴാണ് കുടുംബ ജീവിതം അത് സ്വർഗതുല്യമായ അനുഭവമായി മാറ്റപ്പെടുന്നത്. അപ്രകാരമുള്ള അനുഭവങ്ങളിലേക്ക് നാം കടന്നു വരണമെങ്കിൽ അവിശുദ്ധ ബന്ധങ്ങളോട് നോ പറയുവാനുള്ളതായ ഒരു ആർജവവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, കുടുംബ ജീവിതത്തിന്റെ പരിശുദ്ധിയും പരിപാവനതയും മനസ്സിലാക്കി ജീവിത അവസാനം വരെ ജീവിത പങ്കാളിയോടും ദൈവത്തോടുമുള്ള ഒരു നിരന്തര ബന്ധം, വിശ്വസ്തയോടുകൂടെയുള്ള ഒരു ജീവിതമാണ് ഇവിടെ കുടുംബ ജീവിതം മാനിക്കുക എന്നതിലൂടെ നമുക്ക് അർത്ഥമാക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ കുടുംബ ജീവിതങ്ങൾ പരിപോഷിപ്പിക്കപ്പെടണമെങ്കിൽ നാം അറിഞ്ഞിരിക്കേണ്ടതായ ചില സംഗതികളുണ്ട്. ഒന്നാമത്, വിവാഹബന്ധം ഒരു ആഘോഷമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവനവന്റെ കുടുംബ ജീവിതത്തിൽ അവനവന് സന്തോഷിക്കാം. വചനം പഠിപ്പിക്കുന്നു, നിന്റെ യൗവനത്തിലെ ഭാര്യയെ സന്തോഷിച്ചു കൊള്ളുക. മലാക്കി പ്രവാചകൻ നൽകുന്നത് നിന്റെ യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കരുത്. രണ്ടാമത് പറയുന്നത്, വിവാഹബന്ധം ആജീവനാന്ത ബന്ധമാണ്. അതുകൊണ്ട് വിള്ളലുകൾ വരാതെ അത് വളരെ ഭദ്രമായി നമുക്ക് കാത്തു സൂക്ഷിക്കാം. മൂന്നാമത്, വിവാഹബന്ധം ത്യാഗോജ്ജലമായ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ്. അതിനാൽ സ്വയം വിജയിക്കുവാനും ജീവിത പങ്കാളിയെ പരാജയപ്പെടുത്തുവാനുമുള്ള ശ്രമം ഉപേക്ഷിച്ചുകൊണ്ട് ത്യാഗോജ്ജലമായ മനോഭാവത്തോടുകൂടെ വിട്ടുകൊടുക്കുവാനുള്ള ഒരു മനോഭാവത്തോടുകൂടെ ജീവിതത്തെ ക്രമീകരിക്കാം. നാലാമത്, വിവാഹബന്ധം ദൈവ സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലാണ്. നിർവ്യാജ സ്നേഹം പ്രകടിപ്പിക്കുന്ന സ്വാർത്ഥതയില്ലാത്ത കുടുംബ ജീവിതത്തിന്റെ അനുഭവങ്ങളായിരിക്കണം നമ്മുടെ കുടുംബ ജീവിതം എന്ന് പറയുന്നത്. അഞ്ചാമത്, വിവാഹബന്ധം അന്യോന്യം അറിയുന്നതിലൂടെയാണ് പ്രോത്സാഹിക്കപ്പെടുന്നത്. അത് അന്യോന്യം മനസ്സിലാക്കുവാനും വിശ്വസ്തതയുടെ വേദിയായി നമ്മുടെ കുടുംബ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുമ്പോഴുമാണ് നമ്മുടെ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഇത് ആധുനിക കാലഘട്ടം ഒന്നിനും സമയം തികയുന്നില്ല എന്ന് പരിതപിക്കുന്ന ഒരു മനോഭാവത്തിലൂടെയാണ് ഇന്ന് ജീവിതങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തിരക്കേറിയ ജീവിത അനുഭവത്തിന് ഒരല്പസമയം കുടുംബവുമായി ഒന്നിച്ചിരിക്കുവാനും കുടുംബത്തിന്റെ നാഥനായ ദൈവവുമായുള്ളതായ ഒരു ബന്ധത്തിലായിരിക്കാനും നമ്മുടെ കുടുംബ ജീവിതങ്ങൾക്ക് കഴിഞ്ഞാൽ അത് കുടുംബ ജീവിതം കൂടുമ്പോൾ ഇമ്പമുള്ള സന്തോഷകരമായ അനുഭവമായിരിക്കും. ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. ആമേൻ.
Amen.